ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് ആണ് നമ്മളിങ്ങനെ കാത്തിരുന്നൊരു ദിവസം. അപ്പോൾ ഇന്ന് വെഡ്ഡിങ് ആണ്. അപ്പോൾ പരമാവധി നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലെങ്കിലും കുറേയൊക്കെ വ്ളോഗ് എടുക്കണം. അപ്പോൾ അതേ ഫേസൊക്കെ ഉറക്കമൊന്നുമില്ലാണ്ട് ഒരുമാതിരി ചത്ത പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരണം. ഫസ്റ്റ് നമുക്ക് മേക്കപ്പാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം സമയം 3:45, 4 മണിക്ക് മേക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ കാണാം. എന്താവുന്നൊന്നും അറിയത്തില്ല. അതോ ഇനി മെഹന്തി ഫംഗ്ഷൻ്റെ കാരനെ പോലെ പിന്നെയും കാര്യമൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക് അപ്പോൾ ഞങ്ങൾ കുളിച്ച് റെഡിയായി. അവസാനം സാരിയൊക്കെ സാരി ഉടുക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ സാരിയൊക്കെ ഉടുത്തിട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ലെങ്സ് വയ്ക്കലാണ്. അപ്പോൾ ലെങ്സ് വയ്ക്കുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പാട് എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ പാടുണ്ടായിട്ടുണ്ടാവുക ലെങ്സ് വയ്ക്കലാണ്. കാരണം എന്താ വെച്ചാൽ തലേന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. തലേന്ന് ഞാൻ മാത്രമാണ് ഗുരുവായൂരിലെ അടുത്തുള്ള റൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് ഫുള്ള് അങ്ങോട്ട് ഇങ്ങോട്ട് കിടന്ന് ഓടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഉറങ്ങാത്തതിൻ്റെ നല്ല രീതിയിലുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റണ്ടായിരുന്നില്ല. അത് വയ്ക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് ലെങ്സ് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ലെങ്സ് വയ്ക്കാൻ ഇഷ്ടമുണ്ട്. എനിക്ക് വയ്ക്കാൻ പൊതുവെ അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ വയ്ക്കുമ്പോഴും എങ്ങനെ ആവും എന്നും അറിയത്തില്ല. ആൻറ്റി കുറേ നേരം കൊണ്ട് പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ലെങ്സൊക്കെ വെച്ചു. ഇനി ഉള്ളത് മേക്കപ്പ് സ്റ്റാർട്ടിങ് ആണ്. അങ്ങനെ നമ്മൾ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ക്രീമൊക്കെ ഇട്ട്, അതിൻ്റെ ക്രീമൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു മേക്കപ്പ് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ശരിക്കും എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് മേക്കപ്പിൽ ഞാൻ വീക്കുമാണ്. ഞാൻ അധികം അങ്ങനെ ചെയ്യുന്നത് വലിയ സക്സസ് ആവാറില്ല. പക്ഷെ എനിക്ക് മേക്കപ്പ് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ സമയത്ത് ഞാനിങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ ഇതിനാണ് എനിക്കൊരു ആശ്വാസം. കാരണം ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ ഈ ഒരു ക്രീം ഇട്ടപ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ആ ഒരു മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഭയങ്കര ഒരു ഗ്ലോ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളിലോട്ട് കിടന്നപ്പോഴത്തേനും എനിക്ക് കണ്ടോ ഉറക്കം വന്നിട്ട് വയ്യ. കണ്ണാണെങ്കിൽ തുറക്കുന്നില്ല. അപ്പോൾ ബ്രൈഡ്സൊക്കെ ഇത് കാണുകയാണെങ്കിൽ കൂടുതലും നമ്മുടെ കല്യാണത്തിൻ്റെ തലേന്ന് നന്നായിട്ട് ഉറങ്ങുക, അതാണ് ഏറ്റവും മെയിൻ. പിന്നെ എൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ടാണ് എനിക്ക് ഉറങ്ങാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ തലേന്ന് എന്തായാലും മാക്സിമം ഉറങ്ങാൻ നോക്കുക. എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം ഞാനൊരു പരുവായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം എങ്ങനെയാകും, ഉറക്കം തൂങ്ങി നിൽക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ തിരക്കൊക്കെ ആയപ്പോഴത്തേനും അതിൻ്റെ കൂടെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു എന്ന് പറയാം. അങ്ങനെ വലിയ രീതിയിലുള്ള ഉറക്കമൊന്നും പിന്നീട് ഉണ്ടായില്ല. ഈ ഒരു സമയത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ സംഗീത ആൻറ്റിയാണ് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നത്. ഞാൻ ഇടയ്ക്ക് വിറ്റാമിൻ സിയുടെ ഫേഷ്യൽ ചെയ്യാനായിട്ട് ആളുടെ അടുത്ത് തന്നെയാണ് പോയത്. ആ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൾ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് ഗീതൂസ് ബ്യൂട്ടി പാർലർ എന്നാണ് ആളുടെ കടയുടെ പേര്. അപ്പോൾ ആർക്കെങ്കിലും ആളുടെ നമ്പർ വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ മേക്കപ്പ് നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് അവസാനം കാണാം. ഇപ്പോൾ നമ്മുടെ മേക്കപ്പ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ കല്യാണം നടന്നത്. അപ്പോൾ 8 മണിക്കും 9 മണിക്കും ഇടയ്ക്കാണ് നമ്മൾ മുഹൂർത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ കാര്യത്തിലൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദൂരത്ത് നിന്ന് നമ്മുടെ ബന്ധുക്കൾ വരാനുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കെട്ട് നടത്താൻ പറ്റുള്ളൂ. കാരണം അവരത്രയും ലോങ്ങിൽ നിന്ന് കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അവർക്ക് കാണണം, ഈ ഒരു കെട്ട് കാണണമെന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ടാണ്. എന്നാലും 9 മണിക്ക് തന്നെ കറക്റ്റ് നമുക്ക് കെട്ട് നടത്താൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ ഗുരുവായൂരപ്പൻ്റെ നടയിൽ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ബ്രൈഡാണ് ഗ്രൂമാണ് എന്നുള്ളൊരു പരിഗണന മാത്രമാണ് ആളുകൾ നമുക്ക് തന്നത്. അതുകൊണ്ട് മാത്രം നമ്മളെ കയറ്റിവിട്ടു. പക്ഷെ പാരൻസിനൊക്കെ വരാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവരെ കുറേ നേരം നമ്മൾ
പരിശ്രമിച്ചിട്ടാണ് അവരെ അകത്തേക്ക് കയറ്റി വിട്ടത്, പാരൻസിനെയൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ആ മണ്ഡപത്തിൽ കയറുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അത് പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മൊമെൻ്റാണ്. ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു ഗുരുവായൂരപ്പൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് നമ്മൾ അനുഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്കുണ്ടായത്. അങ്ങനെ ഞാൻ ഒരുപാട് മാസം പ്രാക്ടീസ് ചെയ്ത് വെച്ച ആ ഒരു ഡാൻസ് ചെയ്തപ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടിയേനെ, അത്രയും സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ച ഒരാളാണ്. അവിടെ നിന്നും എനിക്ക് ഇത്രയൊക്കെ സക്സസ് ആവാൻ പറ്റിയത് ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്. ഗൈസ്, അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ മേക്ക് ഓവർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മേക്കപ്പ് വർക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് സംഗീത ആൻറ്റിക്ക്. പിന്നെ അതുപോലെ തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തന്നിരിക്കുന്നത് ശിവദ ചേച്ചിയാണ്. ശിവദ ചേച്ചി എൻ്റെ സ്റ്റുഡൻ്റാണ്, അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ശിവദ ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സാരി സെലക്ട് ചെയ്ത് തന്ന എൻ്റെ കസിൻസ്, സിസ്റ്റേഴ്സ്, അമ്മ, ഇവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന സാരി. മറ്റുള്ളവർ ആദ്യം ഒന്ന് പുച്ഛിച്ചെങ്കിലും അവരുടെ കൊണ്ട് തന്നെ ഇത് അടിപൊളിയായി എന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചൊരു സാരിയാണിത്. വൈറ്റാണ് ഞാൻ സെലക്ട് ചെയ്തത്, പക്ഷെ അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഇപ്പോൾ ആ വൈറ്റ് സാരി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇട്ടപ്പോഴത്തേനും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് കല്യാണം ഞാനാണ് ഡിസിഷൻ എടുത്തത്. അപ്പോൾ എൻ്റെ ആ ഒരു ഡിസിഷന് കൂടെ നിന്ന് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ പാരൻസ്, അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഞാൻ ഒരു ഡിസിഷൻ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ നടത്തണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളുടെ അധ്വാനത്തിൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അധ്വാനത്തിൽ ഈ ഒരു കല്യാണം നടത്തേണ്ടി വന്നതിന് ഞങ്ങൾ ഭയങ്കര പ്രൗഡാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു കല്യാണം എന്തോ മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് സംസാരം നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ, ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരുടെ അധ്വാനത്തിൽ ഞങ്ങൾ അത്രയധികം സന്തോഷിച്ച് ഞങ്ങളുടെ കല്യാണം അങ്ങനെ നടത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.